കട്ടപ്പന ഇടുക്കി റോഡിൽ വെള്ളയാംകുടി SML സ്ഥാപനത്തിന് എതിർവശം റോഡരികിൽ സാമൂഹ്യവിരുദ്ധർ മത്സ്യമാംസ മാലിന്യജലം ഒഴുക്കി കടുത്ത ദുർഗന്ധത്താൽ ദുരിതത്തിലായി പ്രദേശവാസികളും വഴിയാത്രകരും. കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി. മത്സ്യമാംസ അവശിഷ്ടങ്ങളുൾപ്പെടെ രക്തമയമായ മലിനജലമൊഴുകി വ്യാപിച്ചതോടെ പ്രദേശമാകെ അസഹ്യമായ ദുർഗന്ധമാണ് വമിക്കുന്നത്. കോഴി അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഇവിടെ ചിതറിക്കിടക്കുന്നതായും പരാതി ഉയർന്നു കഴിഞ്ഞു. നമ്മളത് നമ്പർ നോട്ട് ചെയ്തില്ല, CCTV ഇത് കിട്ടി, പക്ഷേ നമ്പർ കിട്ടിയിട്ടില്ല. ഇത് സ്ഥിരമായിട്ടുണ്ട്. മിക്കവാറും ആഴ്ചയിൽ തവണയുണ്ട്. ഇത് വെളുപ്പിന് ഒരു 2 മണി 3 മണിയാകുമ്പോഴായി സംഭവം. ഞങ്ങൾ പ്രാവശ്യം വെച്ച് പിന്നെ ഞങ്ങൾ തന്നെ മണ്ണ് ഇട്ട് മൊത്തം നേരത്തി കളഞ്ഞായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം വീണ്ടും കൊണ്ടുപോയി ഇതന്നെ കൊണ്ടുപോയിട്ടിരിക്കുക. എന്നൊക്കെ ഭയങ്കര ദുർഗന്ധം. നമുക്കിവിടെ ഹോട്ടലുണ്ട്, ഇതിനടുത്ത് പലചരക്കടയുണ്ട്, SML ഉണ്ട്. ആൾക്കാർക്ക് നടക്കാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് വെളുപ്പിനെ 3 മണിയോടെ മത്സ്യ ഹോൾസെയിൽ വ്യാപാരത്തിന് എന്ന് തോന്നിക്കുന്ന വലിയ വാഹനം ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നതായി സമീപത്തെ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും ഒഴുക്കിവിട്ടതാകാം മലിനജലമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം എത്തി പരിശോധന നടത്തി. തുടർന്ന് മലിനജലം ഒഴുകിയ ഭാഗം മണ്ണിട്ട് മൂടി. സമീപത്തെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും ഉൾപ്പെടെ പോകുന്നവർക്കും ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവർക്കുമെല്ലാം ഈ കടുത്ത ദുർഗന്ധം സഹിക്കേണ്ട ദുരവസ്ഥയാണുള്ളത്. ഈ പ്രദേശത്ത് മലിനജലം ഒഴുക്കുന്നത് പതിവാണെന്നും കഴിഞ്ഞ ആഴ്ചകളിലും ഇതേ സംഭവം ആവർത്തിച്ചതായും അധികൃതർ ഉടൻ തന്നെ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.